ഗുഡ് മോർണിംഗ് എവരിബഡി, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. ദൈവരാജ്യം സ്ഥാപിതമാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദൈവരാജ്യം, പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് ഒന്നാമത് പ്രാർത്ഥിക്കണം. രണ്ടാമത് ദൈവരാജ്യം അന്വേഷിക്കണം. മൂന്നാമത് ദൈവരാജ്യത്തിന് വേണ്ടി പണിയണം. ഈ മൂന്ന് കാര്യമാണ് ദൈവരാജ്യത്തെപ്പറ്റി ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു, യേശു പുരുഷാരത്തെ കണ്ടപ്പോൾ മനസ്സലിവ് തോന്നിയെന്ന്. നമുക്ക് മനസ്സലിവ് തോന്നണം. എല്ലാ വ്യാധിയും സൗഖ്യമാക്കി. He healed the sick. He started preaching the gospel of the kingdom, healing the sickness and every disease. And he had compassion for them because they were weary and scattered. ചിന്നി ചിതറി കിടക്കുകയാണ്. അവർക്ക് നോ ഷെപ്പേർഡ്, ഷീപ്പ് വിത്തൗട്ട് ഷെപ്പേർഡ്, ആട്ടിടയൻ ഇല്ലാത്ത ആടുകളെ പോലെ ചിതറിപ്പോയെന്ന്. അത് കണ്ടപ്പോൾ യേശുവിന് മനസ്സിൽ തോന്നി. നമ്മുടെ സിറ്റുവേഷനും അതാണ്. നമ്മളൊന്ന് കണ്ണ് തുറക്കണം. അങ്ങനെ എത്രയോ നിരാശയിലുള്ളവർ, വേർജ് ഓഫ് കമ്മിറ്റിംഗ് സൂയിസൈഡ്, ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ നടക്കുന്നവർ എല്ലാം സാത്താൻ്റെ അടിമത്തത്തിൽ, കഞ്ചാവിൻ്റെ അടിമത്തത്തിൽ, അഡിക്ഷനിൽ, പാപത്തിൽ, വ്യഭിചാരത്തിൽ, എങ്ങനെ എല്ലാ രീതിയിലും എങ്ങനെയാണ് ദുഷ്ടലോകമാണ്. ആ ദുഷ്ടത കൂടി വരികയാണ്. സാത്താൻ്റെ പിടിയിലാണ്. അവരെയൊക്കെ വിടുവിക്കാനാണ് നിങ്ങളെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത്, ഈ വചനം കേൾക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് വർക്കിംഗ് ഫോർ ദ കിങ്ഡം. ദൈവത്തിൻ്റെ രാജ്യം നിറയ്ക്കണം. നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പോപ്പുലേറ്റ് ചെയ്യണം. നരകം കാലിയാകണം, സ്വർഗം നിറയ്ക്കണം. അതാണ് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്നത്. ഐ ആം അറ്റ് ദാറ്റ് ജോബ്. ഞാനതാണ് എൻ്റെ നാഷണൽ വിമൻസ് മൂവ്മെൻറ്റ്, നാഷണൽ യൂത്ത് മൂവ്മെൻറ്റ്, നാഷണൽ കിഡ്സ് മൂവ്മെൻറ്റ്, നാഷണൽ എസ്തർ പ്രേ മൂവ്മെൻറ്റ്, ഇതെല്ലാ ദർശനത്താലും ഞാൻ ചെയ്യുന്നത് അതാണ്. അങ്ങനെ എത്രയോ ചർച്ചുകളെ ഞങ്ങൾ കണക്ട് ചെയ്യുന്നു. ഒരു ഡിനോമിനേഷനല്ല. ഞാനൊരു കാത്തലിക്കാണ്, ഞാനൊരു CSI ആണ്, ഞാനൊരു പെൻഡകോസ്റ്റാണ്, ഞാനൊരു ബാപ്റ്റിസ്റ്റാണ്, മെത്തഡിസ്റ്റാണ്. ഇങ്ങനെയൊന്നും യേശു ഒരു ഡിനോമിനേഷൻ സ്ഥാപിക്കാൻ വന്നില്ല. അവിടെ യൂണിറ്റി ഉണ്ടാകണം, ഐക്യത ഉണ്ടാകണം. ഒരാട്ടിടയനും ഒരു ആടും, അങ്ങനെ ഒരു കൂടും എന്നാണ് യേശു പറഞ്ഞത്. എല്ലാവരും ഒന്നാകണം എന്നാണ് പറയുന്നത്. വൺ ഷീപ്പ് ഫോൾഡ് ആൻഡ് വൺ ഷെപ്പേർഡ്. അങ്ങനെയാണ് കർത്താവിൻ്റെ ആഗ്രഹവും സ്വപ്നവും. അത് നമ്മൾ കൂടി സാക്ഷാത്കരിക്കണം. അതാണ് പിതാവിൻ്റെ സ്വപ്നം, പിതാവിൻ്റെ ദർശനം. അപ്പോൾ അങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് പറഞ്ഞത്. ഇന്ന് യേശു പറയുകയാണ് വീണ്ടും 37-ാം വാക്യത്തിൽ, 9-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം, തൻ്റെ ശിഷ്യന്മാരുടെ യേശു പറയുകയാണ്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലെ വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ, അതായത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. 37th verse, then he said to the disciples, the harvest truly is plentiful, but the laborers are few. Therefore pray the Lord of the harvest to send out laborers into his harvest എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ പ്രവർത്തിക്കണം. എത്രയോ വേലക്കാരെ വേണം, എത്രയോ പേര്. പ്രാർത്ഥനയെ കൂടി മാത്രം പോരാ, പ്രവർത്തനവും വേണം. ഐ ബിലീവ് ഇൻ പ്രെയർ ആൻഡ് ഓൾസോ ആക്ഷൻ. ഐ ബിലീവ് ലവ് ഷുഡ് ബി പുട്ട് ഇൻ ടു ആക്ഷൻ. ചുമ്മാ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹം അല്ലാതെ, സ്നേഹം ആക്ഷനെ കൂടി കാണിക്കണം, പ്രവൃത്തി കൂടി കാണിക്കണം. ഐ വിൽ പ്രേ ഫോർ എന്ന് പറഞ്ഞാൽ പോരാ, പ്രാർത്ഥന പ്രവൃത്തി കൂടെ കാണിക്കണം. അപ്പോൾ അതാണ് യാക്കോബ് 2-ാമത്തെ അധ്യായത്തിൽ എഴുതുന്നത്, ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക് ഈസ് ഡെഡ് ഫെയ്ത്ത് എന്ന്. അത് എന്നാ വിശ്വാസം, ക്രിയയില്ലാത്ത വിശ്വാസം അത് മൃതമാണ്, ചത്തതാണെന്നാണ് പറഞ്ഞ്. നമ്മളെപ്പോഴും അത് ക്രിയാരൂപകമായിട്ട് കാണിച്ചാലേ ആൾക്കാരുടെ യേശുവിൻ്റെ സ്നേഹം അവരിൽ പകരാൻ സാധിക്കുകയുള്ളൂ. വി ഷുഡ് ബി എ ബ്ലെസ്സിങ് ടു അതേഴ്സ്. നാഷണൽ വിമൻസ് മൂവ്മെൻറ്റിൽ എസ്തർ പ്രെയർ, എസ്തർ ആർമിയുണ്ട്. അത് പ്രാർത്ഥിക്കുന്ന സൈന്യമാണ്. പ്രാർത്ഥിക്കുന്ന എല്ലാവരും, എല്ലാ വീട്ടുകിടെയും പ്രാർത്ഥന, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും പ്രാർത്ഥന, പ്രെയർ വാക്കുണ്ട്. എവിടെ എല്ലാ വീടും പ്രാർത്ഥനാഗ്രഹമായിട്ട് മാറണം. പിന്നെ എസ്തർ പ്രാർത്ഥിച്ച് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് വലിയ വിടുതൽ അവിടെ നടന്നത്. അതുപോലെ എസ്തർ സൈന്യം ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന സൈന്യം, സ്ത്രീ സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ ദൈവം എന്നോട് പറഞ്ഞു. അങ്ങനെ പിന്നെ പ്രെയർ വാക്കുണ്ട്. എല്ലായിടത്തും പ്രാർത്ഥന, ഫാസ്റ്റിംഗ്, പ്രേയറോ എങ്ങനെയുള്ള പ്രാർത്ഥനയാണോ, ചർച്ചിൽ പ്രാർത്ഥനയോ ഒരുമിച്ച് പ്രാർത്ഥന, അങ്ങനെയെല്ലാം പ്രാർത്ഥന. രണ്ടാമതായിട്ട് ഡെബോറ ആർമി. ആ ഡെബോറ സൈന്യം എന്താ ചെയ്യേണ്ടത്? ഡെബോറ ഒരു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഡെബോറ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ലാക്സ് ഓഫ് ഇസ്രായേലൈറ്റ്സ്, ഇസ്രായേൽ പീപ്പിൾ ഒരു
എത്രയുണ്ട്, ഒരു 6 ലക്ഷം ആണുങ്ങളും ബാക്കി എല്ലാ പെണ്ണുങ്ങളും പിള്ളേരും എല്ലാം കൂടെ കൂടി ഒരു 30 ലക്ഷം ആൾക്കാരെയാണ് ഈജിപ്തിൽ നിന്ന് മോശെ കൂടി വിടുവിച്ച് കൊണ്ടുവന്നത്. അവർ കാനാൻ ദേശത്ത് വന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞ് ദെബോറ എന്ന ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആ ന്യായാധിപന്മാരിലൊരു പ്രാമുഖ്യ വ്യക്തിയാണ് ഒരു സ്ത്രീയെ ദൈവം ആ നാളിൽ എഴുന്നേൽപ്പിച്ചു. നോർത്ത് നോക്കിയ സ്ത്രീകൾക്ക് ഒരു സ്ഥാനവും കൽപ്പിക്കാത്ത, ഒരു സ്ഥാനവും കൊടുക്കാത്ത ഒരു യുഗമായിരുന്നു അത് യഹൂദന്മാരുടെ ഇടയിൽ. പക്ഷേ ദൈവത്തിന് സ്ത്രീയോ പുരുഷനോ എന്നൊരു ഒരു ഭേദവുമില്ല. അങ്ങനെ ഡെബോറായെ എഴുന്നേൽപ്പിച്ച ഒരു പ്രവാചകയായിട്ട്, ഒരു ജഡ്ജ്, ന്യായാധിപതിയായിട്ട്, ദൈവത്തിൻ്റെ മൗത്ത് പീസായിട്ട്, ദൈവം പറയുന്നത് ആൾക്കാരെ അറിയിക്കുവാനുള്ള ഒരു മൗത്ത് പീസ്, വായായിട്ട് ദൈവം ഉപയോഗിച്ചു. ദൈവം നമ്മുടെ വായെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ കരങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ കാലുകളെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ എല്ലാം 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 അവയവങ്ങളെ, കണ്ണ്, അതുപോലെ എല്ലാം ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ബിക്കോസ് ആ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആലയമായിട്ട്, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഒരു ശരീരം വേണമല്ലോ. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ശരീരം തന്നിരിക്കുന്നത്. പക്ഷേ വി ആർ ദ സ്പിരിറ്റ് പേഴ്സൺ. സോ വി ആർ born again of the Spirit. We are born again of a Heavenly Father. The Heavenly Father's gene is in us, DNA is in us. So we should not live according to the flesh. നമ്മൾ ശരീരത്തെ അനുസരണം നമ്മൾ ജീവിക്കരുത്. ശരീരത്തെ അനുസരിച്ച് നമ്മൾ ജീവിക്കരുത്. സാത്താൻ പറയുന്ന പാപങ്ങളിലേക്ക് പോകരുത്. സാത്താനോട് നോ പറയണം. ടെംപ്റ്റേഷനോട് നോ പറയണം. അങ്ങനെ എല്ലാ ഫ്ലഷ്ലി ഡിസൈർസ് ഉണ്ട്, ചിലപ്പോൾ നോ എന്ന് പറയണം. അങ്ങനെയാണ് നമ്മൾ ജയിക്കുന്നത്. സാത്താനെ ജയിച്ച്, സാത്താൻ്റെ രാജ്യം നശിപ്പിച്ച് ദൈവത്തിൻ്റെ രാജ്യം പോപ്പുലേറ്റ് വളർത്തുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. അനേകം പേര് നിങ്ങൾ കൂടി കർത്താവിനെ അറിയട്ടെ, കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ആനയിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രകാരം ഞങ്ങൾ ചെയ്യുന്നത് പോലെ ദെബോറ സൈന്യം അങ്ങനെയാണ്. കൗൺസിലിംഗ് ഉണ്ട്, പിന്നെ അനാഥരെ സഹായിക്കുന്നു, വിധവകളെ സഹായിക്കുന്നു. ഞങ്ങൾ ലെപ്രസി, പിന്നെ ഫ്ലഷ് ട്രേഡേഴ്സ്, ഈ വേശ്യ പ്രവൃത്തിയിലുണ്ടല്ലോ, അങ്ങനെ കുറേ യവനക്കാരത്തി പെണ്ണുങ്ങൾ, റെഡ് സ്ട്രീറ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ബോംബെയിലും ഹൈദരാബാദ് എല്ലാം ഉണ്ട്. അങ്ങനെയുള്ളവരെ വിടുവിക്കുക. പിന്നെ ജയിലിലുള്ള സ്ത്രീകളുണ്ട്, അവരെ വിടുവിക്കുക. ഇങ്ങനെ എന്തൊക്കെ നമുക്ക് സോഷ്യൽ സർവീസ്, സോഷ്യൽ വർക്ക് ചെയ്യാൻ സാധിക്കുമോ അതുപോലെ മദർ തെരേസ എത്ര വലിയ പ്രവൃത്തിയാണ് ചെയ്തത്. അതുപോലെ നമ്മളും യേശുവിൻ്റെ സ്വഭാവം ഉണ്ടായി അങ്ങനെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരെ സഹായിക്കുവാൻ, അവരെ കരകയറ്റുവാൻ, സാത്താൻ്റെ പിടിയിൽ നിന്ന് അവരെ വിടുവിക്കപ്പെടുവാൻ എല്ലാവരും ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.